കണ്ടോ? അയ്യോ പേര് പറഞ്ഞില്ലല്ലോ ഈശ്വരാ. എന്നാ ഉണ്ട് സുഖല്ലേ? സുഖം. ഞാൻ പാട്ടൊക്കെ കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ മിസ് ചെയ്തില്ല. ഞാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ. ആ. കഴിഞ്ഞ തവണ ഞങ്ങളെല്ലാം കൂടെ എണ്ണീറ്റ് നിന്ന് കൈയടിച്ചു. ഓ അപാര പാട്ടാ ഇപ്പം. അതെ. പാടി പാടി ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ലതാജി ലെവലിലാ ഇപ്പൊ പോകുന്നത്. ആ നീ ഏത് പാട്ടാ മോള് പാടുന്നേ? ദൈവം ഞങ്ങൾക്കെന്തിനു നൽകി. ഒരു രഹസ്യം ചോദിച്ചോട്ടെ? രഹസ്യമാണ്, ആരും പറയരുതേ. ജലദോഷമുണ്ടോ? ഉണ്ട്. ചേട്ടനെ എല്ലാ പിള്ളേരെയും ഇപ്പൊ ചേട്ടാ മഴയല്ലേ ചേട്ടാ പിള്ളേരെ. അല്ല ഒരു രസമാണ് ഈ എന്താണ് ജലദോഷം വന്ന് പാടുമ്പോ ഒരു ടോൺ ആ, ഡിഫറൻസ് ശരി. ഉണ്ടല്ലോ. അപ്പൊ ഡീറ്റെയിൽസ് പറയൂ. സിനിമ സിനിമയോ? സിനിമ ആ ഓക്കെ. പാവപ്പെട്ടവൾ. അയ്യോ പാവം. കറക്റ്റ് എന്റെ സിനിമ. അതെ. ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ വീർത്തിരിക്കുക. എഴുതിയത് പി ഭാസ്കരൻ മാഷ്. ഓക്കെ. സംഗീതം ഒന്ന് ഹെൽപ്പ് ചെയ്തോട്. ബി.എ. ചിരം ബി എ ചിരമ്പൻ സാർ. ചിരമ്പൻ സാറോ? ചിദംബരനാഥ്. ചിദംബരനാഥ് സാർ. ഓക്കെ. പാടിയത് ആ. രേണുക മേഡം. ഓക്കെ. വർഷം? വർഷം 1967. എന്റെ അമ്മോ. ഈ പിഞ്ച് പൈതൽ നിന്ന് 67-ലെ പാട്ട് പാടാൻ പോകും. കൊച്ചിന്റെ അമ്മ അമ്മൂമ്മ അമ്മൂമ്മ ഒക്കെ ജനിച്ചിട്ടില്ല. മോളെ മോക്കൊരു സർപ്രൈസ് തരട്ടെ? ഉം. ദേ അങ്ങോട്ട് നോക്കി, ഒരു മാമൻ. ദേ കണ്ടോ? ഏതാണ്ടൊക്കെ പെറുക്കിയടുക്കി വെക്കുന്നതൊക്കെ കണ്ടോ? ദേ ചെവി നിരത്തത് കണ്ടോ? കണ്ടോ? തലമുടി പൊറോട്ട ആക്കിയത് കണ്ടോ? ദേ കണ്ടോ? കണ്ടോ? ആരാ അത്? മറന്നുപോയി. അവള് മറന്നു. ഇതാരായിരുന്നു ഈ ചേട്ടൻ? അത് ശരി. വയലിൻ വായിക്കുന്ന വയലിൻ വായിക്കുന്ന ചേട്ടനാ. അപ്പൊ മോളിലിരിക്കുന്ന ചേട്ടനെയാ നോക്കുന്നേ. ആ കുഞ്ഞങ്ങടെ നോക്കുന്നേ. അതാരാ അത്? ആ കുറുക്കനെ പോലെ ഇരിക്കുന്നേ. താടിയും കണ്ണാടിയും എല്ലാം കൂടെ മുടിയും കൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് മുഖം ഇല്ല. ഇതാരാ? നമുക്ക് പിടിയില്ലല്ലേ? ഈ മാമന്റെ പേരാണ് ലോനപ്പൻ. അടിലോനപ്പ ഒരു പൂക്കുറ്റി. ശരിയായി. ലിനു ഒക്കെ നമ്മുടെ കൂടെ അങ്ങോട്ട് വന്നതാ. ലിനു ഇന്നാണ് വരുന്നത്. പിന്നെ തുടങ്ങാം മോളെ. യെസ്. ദൈവം ഞങ്ങൾക്കെന്തിനു നൽകി വായും വയറും മാളോരേ. ദൈവം ഞങ്ങൾക്കെന്തിനു നൽകി വായും വയറും മാളോരേ. പെരുവഴിയല്ലാതൊരു വഴിയില്ല, പെരുവഴിയല്ലാതൊരു വഴിയില്ല. എരിവയൽ പോറ്റാൻ മാളോരേ, എരിവയൽ പോറ്റാൻ മാളോരേ. പട്ടിണിയില്ലേ ഇല്ലേ നാട്ടിലെന്നും പൊന്നോണം, വീട്ടിലെന്നും കല്യാണം. തീടിക്കുട്ടിയെ പോലെ നേരി നേരി തീർന്നിടുന്നു നാം, എന്നെ തീർന്നിടുന്നു നാം. 1000 വീടി ഞാൻ തിരുത്തന്നാർക്ക് ചൊല്ലിടും, 1000 വീടി ഞാൻ തിരുത്തന്നാർക്ക് ചൊല്ലിടും. കൂലിക്കൈയിലെടുത്താൽ റേഷനരിക്ക് വായ്പ തേടിടും. വരുമാനമുള്ളവന്റെ നിലവാരമാണിതെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെന്ത് കഴിയും ചേട്ടാ, ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിനെന്ത് കഴിയും ചേട്ടാ. കാവടിയെടുത്ത് ചിന്തു പാടി, വയർ പോറ്റുവാനായി നോറ്റു തുന്നം പാടി ആടി. കാവടിയെടുത്ത് ചിന്തു പാടി, വയർ പോറ്റുവാനായി നോറ്റു തുന്നം പാടി ആടി. ഈശ്വരന്റെ പേരും ചൊല്ലി പേലാൽ ചൂഷണം ചെയ്യാനും എനിക്കറിയാൻ മേലാൽ. കാവടിയെടുത്ത് ചിന്തു പാടി. കുഞ്ഞുമക്കളുള്ളവരെ കണ്ണിമിഴിയുള്ളവരെ, കുഞ്ഞുമക്കളുള്ളവരെ കണ്ണിമിഴിയുള്ളവരെ, കുഞ്ഞിനിത് കണ്ടാൽ ദയമില്ലാതെ വരുമോ, കുഞ്ഞിനിത് കണ്ടാൽ ദയമില്ലാതെ വരുമോ.
ഇതിനകത്ത് എത്ര താളമുണ്ട്. ഞാൻ ഇങ്ങനൊരു പാട്ട് കേട്ടിട്ടില്ല. ലോകത്തുള്ള എല്ലാ താളം കൂടെ എടുത്ത് വെച്ചിട്ട് ഒരു പാട്ട്. ഓ മക്കളെ കൊള്ളാം കേട്ടോ. താങ്ക് ഇതിനകത്ത് യു. ഏറ്റവും അർത്ഥവത്തായിട്ട് 2-3 വരികളുണ്ട് കേട്ടോ. ദൈവം ഞങ്ങൾക്ക് എന്തിനീ വയറും ഒക്കെ തന്നു. അതിൽ ഈ വാ തന്ന എന്തിനാന്ന് വെച്ചാൽ നല്ലതും പാട്ട് പാടാമല്ലോ. മിണ്ടാലോ. പക്ഷെ എന്തെങ്കിലും തിന്നാലോ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് അത് മൊത്തം പ്രശ്നമായിട്ട് മാറുന്ന ഒരു സമയമായിപ്പോയി. അതെ. എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ഓ അതൊരു സത്യം കേട്ടോ, സോഷ്യൽ മീഡിയ വളരെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ എന്തായാലും കൊള്ളാം സംഭവം. മോള് അസലായിട്ട് പാടി, വള്ളത്തടിച്ച് പാടിയാ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ വരികളൊക്കെ നന്നായിരുന്നു. പക്ഷെ ഒരു വലിയൊരു അത്ഭുതം എന്താണെന്നറിയോ മിനുട്ടിൽ? എന്താ? ഇത്രയും താളം ഉം. മാറി മാറി വരുന്നു, ആ. ഇത്രയും ട്യൂണും മാറി മാറി വരുന്നു. ഇതെല്ലാം ഈ കുഞ്ഞിത്തലയിൽ എങ്ങനെ നിന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ട കാര്യം. കാരണം സീക്രട്ട് പറ. മക്കളെ എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്ക് ഒരിക്കലും ഒരു വേദിയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ പഞ്ച് ചെയ്തെടുക്കാം, കുഴപ്പമില്ല, ഒരു സ്റ്റുഡിയോയിൽ. പക്ഷെ ഇതുപോലെ ലൈവായിട്ട് നിന്ന് പാടുമ്പോഴത്തേക്ക് ഇത്രയും ഓർമ്മ നിന്ന്, ഇത്രയും വരികൾ ഓർമ്മ നിന്ന്, താളം ട്യൂണ് ഇതൊക്കെ ഇമ്പോസിബിൾ. ഓ അതിനൊരു വലിയ കഴിയായിരുന്നു. താങ്ക് യു. നമുക്കൊരു വലിയ അപ്രീസിയേഷൻ, കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആസലായി, അടിപൊളി. താങ്ക് യു. ഓക്കെ എം ജംഗിളെ, ഓ. എം ജംഗിള് കഴിഞ്ഞ ഷൂട്ടിന് ഒരു സമ്മാനം തരാന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ നല്ല കാര്യമൊക്കെ ചോദിച്ചു. എന്തായിരുന്നു ചേട്ടാ എടുക്കൂ ചേട്ടാ സമ്മാനം. എന്തായിരുന്നു മോളെ? ചേട്ടന്റെ പോക്കറ്റിലുണ്ട്. അന്ന് പാട്ടിന് എല്ലാവരും എണീച്ചിട്ടേ ആ ഞാൻ എല്ലാവരും എണ്ണീറ്റു. ഞാൻ മോക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ സമ്മാനം തരാന്ന് പറഞ്ഞു. ആ. പക്ഷെ എന്താ പറ്റിയെന്നറിയാം മോളെ? ഈ മഴ, ഈ മഴ കാരണം ഉണ്ടല്ലോ. കാരണം ഇറങ്ങിപ്പോയി മേടിക്കും, നടന്നു continuous പോണ്ടേ. മഴ. ആ. അതെ. പോയി കഴിഞ്ഞാൽ അതെ. കൊടയൊന്നും ആ കിട്ടിയൂല്ല. മാത്രമല്ല ഇവിടെ പോയി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതെ. ഞാൻ മോക്ക് അതങ്ങ് പൈസ ആയിട്ട് അങ്ങ് തരട്ടെ. ഓക്കെ നിങ്ങൾ അങ്ങനെ എന്നെ മോശമാക്കരുത് കേട്ടോ. അത് ഓ, കൊടുക്കുമെന്ന് പറഞ്ഞാ ഓട്ടില്. കൊടുത്തിരിക്കുമെന്ന്. ഇനി അടുത്ത റിമി ചേച്ചിയാണ് ഗിഫ്റ്റ്. പേഴ്സ് ഇവിടെ ഉണ്ട്. മക്കളെ അയ്യോ അയ്യോ നല്ല സന്തോഷായി. മക്കളെ അങ്കിള് പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ചെറുതായി പോവും, ചിലപ്പോ വലുതായി പോവും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോളാതെ ഓക്കെ ഓക്കെ. ഓക്കെ അടിപൊളി ചേച്ചി. പാടി കേട്ടോ. ബിന്നിയാന്റി സമ്മാനം കൊടുക്കുന്നുണ്ടോ? ബിന്യാന്റെ മോൾക്ക് ഓർമ്മയില്ലേ, ആ. സീസൺ 3 ആണോ 2 ആണോ കെട്ടുകണക്കിന് പാവ കൊണ്ടുവന്ന് കൊടുത്തത് വലിയ ഡോള് എന്നും വരുമ്പം ഓർമ്മയില്ലേ? ഉണ്ട് ഉണ്ട്, എല്ലാ ഉണ്ട്. പിള്ളേർക്കും പാവ, കൊടുത്തു, വലിയ പാവ. പാവ, ആ. ആനപ്പാവ, അതിന്റെ അടുത്ത ആഴ്ച പൂച്ചപ്പാവ, ഞാൻ പട്ടിപ്പാവ. അതിന്റെ അടുത്ത ആഴ്ച മദ്രാസിൽ പോയിരുന്നു. ആ. എന്തിന്? അപ്പൊ അവിടെ ഒരു ചെറിയ ഔട്ട്ലെറ്റില് ക്ലിയറൻസ് കംപ്ലീറ്റ് ആണോ പാവ പിന്നെ? ഒന്നുമല്ല അല്ല ഇവിടെ പാവ തൂക്കി വിൽക്കുന്നു. അല്ല എന്നാണേലും അത് 100 രൂപയ്ക്ക് 200 പാവ. അതാണ് കൊണ്ടുവന്ന് കൊടുത്തു. 2-3 പെട്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എന്താ നമ്മൾ മനസ്സിലാക്കണ്ട? പാവ കൊടുക്കുന്ന ബിന്നി ചേച്ചി പാവ. പാവമാണ്. അതെ. അതിനകത്ത് ഒരു അഡീഷണൽ ഞാൻ കൂടെ ചേർക്കുന്നു. ആ. ഉറങ്ങുമ്പോൾ ശരി. എന്താണ് അയ്യോ തിസ്ര നട, അത് കഴിഞ്ഞ ഉടനെ ചതുരശ്ര നട, അതെ. അത് കഴിഞ്ഞ ഉടനെ മിശ്ര നട. ഉം. ഇനിയിപ്പൊ സങ്കീർണവും കൂടി ഇതിന്റെ കുറവുള്ളൂ. എന്താണ് അത് ഇത്രയും നടകൾ വന്നാലും ഓരോ നട കഴിഞ്ഞു അടുത്തൊരു വീണ്ടും ചതുരശ്ര നട 8x8 അത് തുടങ്ങും, പിന്നെ വീണ്ടും മാറും. അത്ര ഈ മോള് സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള പാട്ടുകളാണ്. ഒരു ചലഞ്ചിങ് പാട്ട് ഈ കുഞ്ഞ് ലിറ്റിൽ ഏഞ്ചലാണേലും സെലക്ട് ചെയ്യാറുണ്ട്. മിടുക്കി മിക്കുടി താങ്ക് യു. കേട്ടോ. ഉമ്മ ഈ BA ചിദംബരനാഥ് മാഷ് എപ്പോഴും പറയും BA എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇതാണ്, ഇൻഷ്യലല്ല, അല്ല ഇൻഷ്യലാണ്. സാധാരണ എല്ലാരും പേരിന് ശേഷമല്ലേ BA MA ചേർക്കുള്ളൂ. ഇദ്ദേഹം ഞാൻ മുമ്പേ ആണ് ചേർക്കണം. അദ്ദേഹത്തിന്റെ ഇൻഷ്യലാ അത്, ഓ അത് ശരി. അല്ലാതെ ഡിഗ്രി അല്ല. BA MA എന്നുള്ളതല്ല. അല്ല, ആ. BA ആ. എന്നുള്ളത് ഒരു പേരുണ്ടായിരുന്നു, മറന്നുപോയി. അങ്ങനെ പേരിന്റെ കൂടെ ചേർക്കാനാണ് ഞാനൊക്കെ എത്ര എണ്ണം ഇട്ടാനെ. അതെ. ഡബിൾ MA, ട്രിപ്പിൾ ഞാൻ
വേണ്ട. ഡബിൾ എം എ വേണ്ട വേണ്ട. ഇഷ്ടല്ല അരുത്. റമി ചേച്ചിക്ക് അതൊന്നും. ഇഷ്ടമില്ലാത്തോണ്ടാ. അതുകൊണ്ടാ. എങ്ങനെയുണ്ടായിരുന്നു റമി ചേച്ചി? കൊറേ നാള് കൂടി കേട്ടിട്ട് പാട്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു. അല്ലേലും നമ്മുടെ വേദിയെക്കുട്ടി ഏത് പാട്ടാ ഇതിനപ്പുറം ഇതിന് മുന്നേ ഏതെങ്കിലും ഒരു പാട്ടിൽ ഒരു ശകലം പോലും മിസ്റ്റേക്ക് വരുത്താറുണ്ടോ? ഇല്ല. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത്, ജോലി എടുക്കാൻ ചെന്നാൽ എനിക്ക് ജോലി തരാൻ ഒരാളില്ല, ജോലി തരാൻ ഒരാളില്ല. അത്രയും ഒരു മുദ്രാവാക്യം പോലെ. അല്ലേ? എന്തൊരു വേദനയായിരുന്നു ദൈവമേ. നമുക്ക് ഈ ജോലി ഇല്ലാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥ പോലെ. ജോലി ഇല്ലാത്തത് വലിയൊരു അവസ്ഥ തന്നെയാണ്. പിന്നെ അതില്ലാത്തവർക്കേ അറിയത്തുള്ളൂ. ജോലി, നയാ പൈസ, ഇതൊക്കെ പറയണ വലിയ വലിയ സംഭവം. എന്നാലും പിന്നെ. ചിരിയൊക്കെ നമുക്ക് ഈ വരുള്ളൂ. പിന്നെ നമുക്ക് ഇടുന്ന ഓരോ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാ. പക്ഷെ കുഞ്ഞ്, ഞാനിനി ഒന്നും പറയില്ല. ഇത്രയും വരികളും ഇത്രയും ഓരോ പാട്ടിനും ഇവര് ഓർക്കസ്ട്രക്കാർ ഇതെങ്ങനെ ഓർത്തിരുന്നു? നമ്മുടെ ടോപ്പ് ബാൻഡ് അതെ. എഴുതി വെച്ചോ ഓരോ ലൈൻ കഴിഞ്ഞിട്ട് താളം മാറുന്നല്ലേ? ഇത് എത്ര സൗണ്ട് പഠിച്ചിടായത്? പാലക്കി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ ചിദംബരനാഥ മാഷിന്റെ ഫുൾ പേരൊന്ന് പറയാവേ. ഭൂതപ്പാണ്ടി അരുണാചല ചിദംബരനാഥ മാഷ്. അപ്പൊ മക്കളെ അടിപൊളി. എന്തെങ്കിലും ഒരു കാര്യം പറയണം. എന്റെ ഒന്നിച്ച് മാമന്മാരും ആന്റിമാരും വന്നു. അതില് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഈ ഫ്രണ്ട് റോ ഫുൾ വേദിയെക്കുട്ടിയുടെ ആൾക്കാരാണ് അല്ലേ? അത് ശരി. എല്ലാവർക്കും ഒരു ഹായ്. ഓക്കെ, നിങ്ങളൊക്കെ എവിടെയാ സ്ഥലം? മാതമംഗലം. മാതമംഗലം. ഓക്കെ ഓക്കെ. എന്തുകൊണ്ട് മോളെ, ഇവരൊക്കെ കൊള്ളാവോ? നല്ല ആൾക്കാരാണോ? ആണോ? ഓക്കെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിനകത്ത് ആരെയാ? ചെറിയ അടി ഉണ്ടാക്കിയത് എല്ലാരും ഇഷ്ടമാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ വിട്ടുതരിക. അപ്പൊ മാതമംഗലത്തുള്ള എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഇവിടെ ഉള്ളവർക്കും വലിയൊരു ഹൈ. ആദ്യം ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകരേ. താങ്ക് യു.